Hello students, welcome to the 12th session in the second module. I think this will be the final session in this module. Today we are going to learn about cavitation. എന്താണ് cavitation? Cavitation എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. So cavitation is nothing but it is a phenomenon of formation of vapor bubbles of a flowing liquid in a region where liquid pressure falls below its vapor pressure and then sudden collapsing of these vapor bubbles in a higher pressure region. എന്താണ്? അതായത് ഒരു ഒരു ഹൈഡ്രോളിക് മെഷീനിൽ, സപ്പോസ് ഒരു ഹൈഡ്രോളിക് മെഷീൻ എന്ന് വെച്ചാൽ ഒരു ടർബൈനോ പമ്പോ ഏതെങ്കിലും ഒരു ഹൈഡ്രോളിക് മെഷീനിൽ ഫ്ലോ ഉണ്ടാവുമല്ലോ, വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ്, ഏതാണോ ലിക്വിഡ്, ഹൈഡ്രോളിക് ആണെങ്കിൽ നമ്മൾ വാട്ടറാണ് എടുക്കുക. അപ്പോൾ ആ ഫ്ലോയുടെ ഇടയിൽ എവിടെയെങ്കിലും ഇൻ സംവേർ എവിടെയെങ്കിലും ലിക്വിഡ് പ്രഷർ ശ്രദ്ധിക്കാം, ഫ്ലോയിങ് ലിക്വിഡ് ഇൻ എ റീജിയൻ വേർ ലിക്വിഡ് പ്രഷർ ഫോൾസ് ബിലോ ഇറ്റ്സ് വേപ്പർ പ്രഷർ. അപ്പോൾ എന്താണ് ഈ വേപ്പർ പ്രഷർ? ഈ വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ അറിയാലോ, അവിടെയാണ് നമ്മൾ ബോയിലിംഗ്. വേപ്പർ പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ വേപ്പർ പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിയും കൂടുതൽ വേപ്പർ പ്രഷർ ആകുമ്പോഴാണ് എന്താണ് ബോയിലിംഗ് എന്നുള്ള പ്രോസസ്സ്, അല്ലേ? ബോയിലിംഗ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് വാട്ടർ ലിക്വിഡ് ഫോമിൽ നിന്ന് വേപ്പർ ഫോമിലേക്ക് മാറുന്നത് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഫ്ലോയിങ് റീജിയനിൽ എവിടെയെങ്കിലും ലിക്വിഡ് പ്രഷർ, കണ്ട ഈ ലിക്വിഡ് പ്രഷർ ഫോൾസ് ബിലോ ഇറ്റ്സ് വേപ്പർ പ്രഷർ, അതായത് വേപ്പർ പ്രഷറിനെക്കാട്ടി കുറവാണ് ലിക്വിഡ് പ്രഷർ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ കൂടി. So what will it result? It results in the formation of vapors, അല്ലേ? അപ്പോഴാണ് ബോയിലിംഗ് നടക്കുക, വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ ഒന്നിച്ച് കുറേ ബബിൾസ് ഉണ്ടാവും, അല്ലേ? ഇങ്ങനെ ഫ്ലോ ഉണ്ടെങ്കിൽ സീതെ ഇങ്ങനെ കുറേ ഈ ഒരു പൈപ്പിലൂടെ ഫ്ലോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ ബബിൾസ് ഫോം ചെയ്യും. ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ലിക്വിഡ് പ്രഷർ അതിൻ്റെ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഫോർമേഷൻ ഓഫ് ബബിൾസ്. സോ ദിസ് ബബിൾസ് വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് അലോങ് വിത്ത് ദിസ് ലിക്വിഡ്. ഫ്ലോർ ഒന്നിച്ച് എന്ത് സംഭവിക്കും? ഈ ബബിൾസ് ലിക്വിഡ് ഒന്നിച്ച് ഇറ്റ് ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ടു സംവേർ, അതായത് എവിടെയെങ്കിലും ഒരു പ്രഷറിൻ്റെ വാല്യൂ ഹയർ കമ്പയർഡ് ടു വേപ്പർ പ്രഷർ. ഇനി ബബിൾസിന് സംഭവിക്കും, ഈ ബബിൾസ് വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് അലോങ് വിത്ത് ദിസ് ലിക്വിഡ് ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് എ റീജിയൻ വെർ പ്രഷർ ഈസ് ഹയർ കമ്പയർഡ് ടു, ഈ ഒരു ഹയർ പ്രഷർ റീജിയൻ, അതായത് വേപ്പർ പ്രഷറിനെക്കാട്ടി കൂടുതലാണ് ലിക്വിഡ് പ്രഷർ, അങ്ങനെയുള്ള റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ സഡൻലി ദിസ് ബബിൾസ് ഗെറ്റ്സ് ബേസ്റ്റ്. എന്ത് സംഭവിക്കും? ബബിൾസ് പൊട്ടിപ്പോവും, ബബിൾസ് ബേസ്റ്റ് ചെയ്യും, അല്ലേ? അങ്ങനെയല്ല നമ്മൾ എഴുതിയത്. അതായത് കൊലാപ്സിങ് ഓഫ് ദിസ്, സഡൻ കൊലാപ്സിങ് ഓഫ് ദീസ് വേപ്പർ ബബിൾസ് ഇൻ എ ഹയർ പ്രഷർ റീജിയൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഫോർമേഷൻ ഓഫ് വേപ്പർ ബബിൾസ് ഓഫ് എ ഫ്ലോയിങ് ലിക്വിഡ് ഇൻ എ റീജിയൻ വെർ ലിക്വിഡ് പ്രഷർ ഫോൾസ് below its vapor pressure and sudden collapsing of these vapor bubbles in a higher pressure region. അതായത് ലോവർ പ്രഷർ റീജിയനിൽ ബബിൾസ് ഫോം ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ട് അലോങ് വിത്ത് ദിസ് ലിക്വിഡ് ആൻഡ് ദീസ് ബബിൾസ് അഗെയിൻ കൊലാപ്സ് ഇൻ എ ഹയർ പ്രഷർ റീജിയൻ. അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാവിറ്റേഷൻ. പക്ഷെ എന്തുകൊണ്ടാണ് ക്യാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത്? സപ്പോസ് ഇവിടെ ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹയർ പ്രഷർ റീജിയനിൽ ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പിറ്റിംഗ് ആക്ഷൻ സംഭവിക്കും. പിറ്റിംഗ് ആക്ഷൻ എന്താണ്? അതായത് ബേസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഹയർ പ്രഷറിലല്ലേ ബേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസ്റ്റ് ചെയ്യുന്ന പ്രഷർ കൊണ്ട് മെറ്റാലിക് സർഫസ്, ഈ റെഡ് സർഫസ്, ഇതാണ് മെറ്റാലിക് സർഫസസ് ആണിത്. അപ്പോൾ മെറ്റാലിക് സർഫസസിൽ എന്ത് സംഭവിക്കും? മെറ്റൽ ഗെറ്റ്സ് ഡാമേജ് ഓർ ഇറോഡഡ് ഓർ സം ക്യാവിറ്റീസ് ആർ ഫൗണ്ട് ഓർ സം പിറ്റിംഗ് ആക്ഷൻ, അതായത് പിറ്റ്സ് ഫോം ചെയ്യും. അതായത് സർഫസിൽ പിറ്റ്സ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്, അല്ലേ? So the metallic surfaces above which these vapor bubbles collapse
ഈസ് സബ്ജക്റ്റഡ് ടു ദീസ് ഹയർ പ്രഷേഴ്സ് അല്ലേ. ഏത് മെറ്റാലിക് സർഫസിൻ്റെ മുകളിലാണോ ഈ വേപ്പർ ബബിൾസ് കൊലാപ്സ് ചെയ്യുന്നത്, those metallic surfaces will be subjected to some pitting action or due to this high pressure. So thus cavities are formed on the thus cavities are thus ഈ pitting actions കൊണ്ട് എന്ത് ഫോം ചെയ്യും, cavities are formed in metallic surfaces ക്യാവിറ്റീസ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഈ ഫിനോമിന നമ്മൾ ക്യാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. സോ ക്യാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ബബിൾസ് ബേഴ്സ് ചെയ്യുമ്പോൾ മെറ്റാലിക് സർഫസിൻ്റെ മുകളിൽ ബബിൾസ് ബേഴ്സ് ചെയ്യുമ്പോൾ ആ മെറ്റാലിക് സർഫസ് ഈസ് സബ്ജക്റ്റഡ് ടു സം ഹയർ പ്രഷേഴ്സ് ആൻഡ് ദ സ്പിറ്റിംഗ് ആക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. So due to this spitting action, some cavities are formed in this metallic surfaces. So that is why this phenomenon is called cavitation. So cavitation includes formation of vapor bubbles of the flowing liquid and collapsing of the vapor bubbles. So formation of vapor bubbles of the flowing liquid take place only whenever pressure in any region falls below or less than vapor pressure. എന്താണ് ബബിൾസ് ഫോം ചെയ്യും അല്ലേ. ബബിൾ ഫോംസ് പ്രഷർ ഇൻ എനി റീജൻ ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ ബബിൾസ് ബേഴ്സ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, so when the pressure of the liquid fluid is less than its vapor pressure, the liquid starts boiling and vapor bubbles are formed. These vapor bubbles are carried along with the flowing liquid to higher pressure zones where these vapors condense and gets collapsed. So due to this sudden collapsing of the bubbles on the metallic surfaces, high pressure is produced and metallic surfaces are subjected to high local stresses and thus the surfaces are damaged. Okay, the surfaces are damaged. അപ്പോൾ ഇതിനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? പ്രിക്കോഷൻസ് അപ്പോൾ ഈ ക്യാവിറ്റേഷൻ ഒരു നെഗറ്റീവ് ഫിനോമിനയാണെന്ന് മനസ്സിലായില്ലേ നമുക്ക്, അൺവാണ്ടഡ് ഫിനോമിനയാണ്. സോ ദർ ഷുഡ് ബി സം പ്രിക്കോഷൻസ് അഗെയിൻസ്റ്റ് ക്യാവിറ്റേഷൻ. അപ്പോൾ എപ്പോഴാണ് ദ പ്രഷർ ഓഫ് ദ ഫ്ലോയിങ് ലിക്വിഡ് ഇൻ എനി പാർട്ട് of the hydraulic system should not be allowed to fall below its vapor pressure. Liquid pressure should never be less than its vapor pressure. At any region. എവിടെയും ലിക്വിഡ് പ്രഷർ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറയാൻ പാടില്ല. കുറഞ്ഞാലല്ലേ ബബിൾസ് ഫോം ചെയ്യും അല്ലേ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ മെറ്റീരിയൽസ് ഓർ കോട്ടിങ്സ്. നമ്മൾ ഇത് ആത്യന്തികമായിട്ട് ദിസ് എഫക്ട്സ് ഓൺ വാട്ട് മെറ്റാലിക് സർഫസസ്. സോ ദ സ്പെഷ്യൽ മെറ്റീരിയൽസ് ഓർ കോട്ടിങ്സ് ഷുഡ് ബി ഗിവൺ ടു മെറ്റാലിക് സർഫസസ് such as aluminum, bronze and stainless steel. Should be used because it resists cavitation. അപ്പോൾ ഈ രണ്ട് പ്രിക്കോഷൻസ് ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ എഫക്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മെറ്റാലിക് സർഫസസ് ആർ ഡാമേജ്, അതാണ് മെയിൻ എഫക്ട്. Metallic surfaces are damaged and cavities are formed on the surfaces. So another effect is noise and vibration, very important. So due to this sudden collapse of vapor bubble, considerable noise and vibrations are produced. കാരണം ഒരു ഹൈ പ്രഷറിൽ ബബിൾസ് ബേഴ്സ്റ്റ് ചെയ്യുന്ന വെച്ചാൽ there will definitely be noises and due to this unbalanced forces, this burst in turn forms some unbalanced forces which causes vibration, അല്ലേ, vibration form ചെയ്യും. And
third one is efficiency gets decreased or lowered. Efficiency is lowered. That is, efficiency of the hydraulic machines decreases due to cavitation. Because due to splitting action, the surface of the turbine blades or the pump impellers become rough, and the force exerted by the water on turbine കേസിലാണെങ്കിൽ force exerted by water on turbine blade decreases. Hence the work done by water or output horsepower becomes less and the efficiency decreases. Okay. നമ്മൾ ടർബൈൻസും ടർബൈനിലെ കാവിറ്റേഷനും പമ്പിലെ കാവിറ്റേഷനും സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇൻ ടർബൈൻസ് ഓൺലി റിയാക്ഷൻ ടർബൈൻസ് ആർ സബ്ജക്റ്റഡ് ടു കാവിറ്റേഷൻ. ഓൺലി റിയാക്ഷൻ ടർബൈൻസ്, കാരണം അവിടെ മാത്രം ഈ പ്രഷറിൻ്റെ കേസ് വരുന്നുള്ളൂ അല്ലേ. ഓൺലി റിയാക്ഷൻ ടർബൈൻസ്. റിയാക്ഷൻ ടർബൈൻസിലെ കേസിൽ മാത്രമേ കാവിറ്റേഷൻ വരുന്നുള്ളൂ. So in reaction turbines, the cavitation may occur at outlet of the runner. At outlet of runner. Runner outletലാണ് കൂടുതലും വരിക. ഓർ ഇൻലെറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലേ. കാരണം അവിടെയാണ് പ്രഷർ ഇസ് കൺസിഡറബിളി റെഡ്യൂസ്. ഒരു റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലേക്കും പ്രഷർ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറയാൻ സാധ്യതയുള്ളൊരു സ്ഥലം അല്ലേ. കാരണം ആക്ച്വലി ടർബൈനിൽ നമ്മൾ ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷർ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് അല്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഔട്ട്ലെറ്റ് എത്തുമ്പോഴാണ് നമ്മൾ ലിക്വിഡിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ അവിടെ കാവിറ്റേഷൻ, ഡ്യൂ ടു കാവിറ്റേഷൻ മെറ്റൽ ഓഫ് ദ റണ്ണർ വെയിൻസ് ആൻഡ് ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് ഗ്രാജ്വലി ഈറ്റൺ അവേ. അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ വിച്ച് റിസൾട്ട്സ് ഇൻ ലോവറിങ് ദ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊരു തോമസ് കാവിറ്റേഷൻ ഫാക്ടർ തോമസ് cavitation factor for reaction turbine അതൊരു എംപിരിക്കൽ റിലേഷൻ ആണ് അല്ലേ. ഇറ്റ് ഈസ് ഇറ്റ്സ് കോൾഡ് തോമസ് cavitation factor. It is denoted using sigma, which is used for determining the region where cavitation take place in the reaction turbine. ഈ സിഗ്മ എന്ന് പറയുന്നത് HB ബാരോമെട്രിക് പ്രഷർ ഹെഡാണ് ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ, മൈനസ് HS. HB മൈനസ് HS എന്ന് വെച്ചാൽ സക്ഷൻ പ്രഷർ അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് റിയാക്ഷൻ ടർബൈൻ ഓർ ദി ഹൈറ്റ് ഓഫ് ടർബൈൻ റണ്ണർ അബവ് ദ ടെയിൽ വാട്ടർ സർഫസ്. അതായത് നമ്മളെ ഈ ടർബൈൻ്റെ ഔട്ട്ലെറ്റ് ടെയിൽ വാട്ടർ സർഫസ് ഉണ്ടല്ലോ, ടെയിൽ വാട്ടർ സർഫസ്, അതായത് ഡ്രാഫ്റ്റ് ട്യൂബ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ടെയിൽ വാട്ടർ സർഫസ് നിന്ന് ടർബൈൻ്റെ ഔട്ട്ലെറ്റ് എത്രത്തോളം ഹൈറ്റിലാണ്, ആ ഹൈറ്റിനെയാണ് നമ്മൾ HS എന്ന് പറയാം. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു HB മൈനസ് HS ഡിവൈഡ് ബൈ H, ടോട്ടൽ ഹെഡ് അവൈലബിൾ ഓർ ദ നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇതാണ് തോമസ് കാവിറ്റേഷൻ ഫാക്ടർ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കുറച്ചും കൂടെ അടുത്ത ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കും. ഇപ്പോൾ തൽക്കാലം തോമസ് കാവിറ്റേഷൻ ഫാക്ടർ ഫോർ റിയാക്ഷൻ ടർബൈൻ പഠിച്ചു നോക്കുക. HB എന്ന് വെച്ചാൽ എന്താണ്? HB ബാരോമെട്രിക് പ്രഷറാണ്. ബാരോമെട്രിക് പ്രഷർ. HS എന്ന് വെച്ചാൽ സക്ഷൻ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് റിയാക്ഷൻ ടർബൈൻ. അത് സക്ഷൻ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ. H എന്ന് പറയുന്നത് നെറ്റ് ഹെഡ്. ഇതൊക്കെ ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ്. ഇതൊക്കെ ഹെഡാണ്, ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ്. ആൻഡ് ദിസ് സിഗ്മ ക്യാൻ ബി അഗെയിൻ റിട്ടൺ ആസ് H അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ്. ഇതാണെന്ത്? ബാരോമെട്രിക് പ്രഷർ എന്ന് പറയുന്നത്. മൈനസ് HS/H. അപ്പോൾ HBക്ക് പകരം, കാരണം HB ബാരോമെട്രിക് പ്രഷർ ഹെഡ് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൽ നിന്ന് എത്രത്തോളം വേപ്പർ പ്രഷർ ഹെഡ് കുറച്ചു, അതിൻ്റെ ആ ഡിഫറൻസാണ് ബാരോമെട്രിക് പ്രഷർ ഹെഡ്. ആ ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൽ നിന്ന് വേപ്പർ പ്രഷർ ഹെഡ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, വേപ്പർ പ്രഷർ ഹെഡ് മൈനസ് ചെയ്താൽ മതി. അതൊരു എന്താണ് വെക്കം ഹെഡല്ലേ. ബാരോമെട്രിക് ഹെഡ് എന്ന് വെച്ചാൽ
വേഗം ഹെഡാണ്. കാരണം ആക്ച്വലി അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കുറവായിരിക്കും അവിടെ പ്രഷർ, വേപ്പർ പ്രഷർ ഹെഡിലുണ്ട്. ഇനി അടുത്തത് കാവിറ്റേഷൻ സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. സെൻട്രിഫ്യൂഗൽ പമ്പ്സിൽ എവിടെയായിരിക്കും ലിക്വിഡ് പ്രഷർ കുറയാൻ സാധ്യതകൾ എവിടെയാണ്? ലിക്വിഡ് പ്രഷർ കുറയാൻ ഇൻലെറ്റിലായിരിക്കും അല്ലേ? കാരണം ഔട്ട്ലെറ്റ്, ഇത് പമ്പ് എന്ന് പറയുന്നത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസാണ്, മെഷീനാണ്. അപ്പോൾ ഔട്ട്ലെറ്റിൽ എന്തായാലും പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കാവിറ്റേഷൻ നടക്കാൻ സാധ്യതയുള്ളത് ഇൻലെറ്റിലായിരിക്കും. ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് കാവിറ്റേഷൻ മേ ഒക്കർ അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദ ഇമ്പലർ ഓഫ് ദ പമ്പ് ഓർ ദ സക്ഷൻ സൈഡ് ഓഫ് ദ പമ്പ് where the pressure is considerably reduced. ഇവിടെ നമുക്ക് തോമസ് കാവിറ്റേഷൻ ഫാക്ടർ പറയാം. അതും എഗെയിൻ HB മൈനസ് HS ബൈ H തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഫാക്ടറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഒരു HLS എന്നില്ല, ഒരു എന്താണ്, ഫ്രിക്ഷൻ ലോസ് ഉണ്ടല്ലോ. ഫ്രിക്ഷൻ ലോസ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇവിടെയും HB എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് വേപ്പർ പ്രഷർ തന്നെയാണ്. വേപ്പർ പ്രഷർ HB എന്ന് പറയുന്നത് വേപ്പർ പ്രഷറാണ്, വേപ്പർ പ്രഷർ ഹെഡാണ്. Okay, so this is the Thomas cavitation factor in case of pumps. Okay, pump. അപ്പോൾ എന്താണ് ഈ കാവിറ്റേഷൻ ഫാക്ടർ യൂസ് ചെയ്യുന്നത്? വൈ ദിസ് കാവിറ്റേഷൻ ഫാക്ടർ ഇസ് യൂസ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വെദർ ദ കാവിറ്റേഷൻ വിൽ ഒക്വർ ഇൻ എനി പോർഷൻ ഓഫ് ദ സക്ഷൻ സൈഡ് ഓഫ് ദ പമ്പ്. അപ്പോൾ എവിടെയെങ്കിലും ഇത് നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സിഗ്മയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സിഗ്മയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ റീജിയനിലെ കറസ്പോണ്ടിങ് എന്താണ്, ഹെഡും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഹെഡ്, വേപ്പർ പ്രഷർ ഹെഡ്, സക്ഷൻ ഹെഡ്. HS എന്ന് പറയുന്നത് സക്ഷൻ ഹെഡാണ്. HLS എന്ന് വെച്ചാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ സൈഡ്, സക്ഷൻ പൈപ്പ്. H വെച്ചാൽ നെറ്റ് ഹെഡ് ഡെവലപ്ഡ് ബൈ പമ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്രിട്ടിക്കൽ വാല്യൂസ് ഉണ്ടാവും. ദ വാല്യൂ ഓഫ് തോമസ് കാവിറ്റേഷൻ ഫാക്ടർ ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടർബൈൻ ഓർ പമ്പ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം യൂസിങ് ദീസ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കാണാം. This value of Thomas cavitation factor is compared with the critical cavitation factor. So whenever calculated Thomas cavitation factor is less than some critical cavitation factor, this value of Thomas cavitation factor is compared with the critical cavitation factor. The value of sigma is greater than sigma c, the cavitation will not. The value of sigma is greater than sigma c, cavitation will not occur. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ കാവിറ്റേഷൻ ഒക്കർ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ, സിഗ്മ സി ആണെന്ന് ക്രിട്ടിക്കൽ കാവിറ്റേഷൻ ഫാക്ടർ. ക്രിട്ടിക്കൽ കാവിറ്റേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ സം എംപിരിക്കൽ റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ സിഗ്മ സി എന്ന് പറയുന്നത് ഫോർ ഫ്രാൻസിസ് ടർബൈൻ, ഒരു ഫ്രാൻസിസ് ടർബൈൻ ആണെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ സിഗ്മ സി ഈസ് ഈക്വൽ ടു സം 0.625 ഇൻറ്റു സ്പെസിഫിക് സ്പീഡ് ബൈ 380.78 ഹോൾ സ്ക്വയർ. ഇതൊരു എംപിരിക്കൽ റിലേഷൻ ആണ്. ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ കാവിറ്റേഷൻ ഫാക്ടർ കണ്ടിട്ട് ഒരു ആക്ച്വൽ കാവിറ്റേഷൻ ഫാക്ടർ മറ്റേ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ കണ്ടിട്ട് അത് രണ്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ ഇഫ് സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ സിഗ്മ സി ദെൻ യു ക്യാൻ arrive at the conclusion that the cavitation will not occur. Okay, so there are different critical the different expressions for critical Thomas cavitation factors. Okay, that is available in tables. Okay, so you don't worry about such thing.
Those values may be given in your question paper. Sigma C will be given in questions, so you don't need to by heart all these equations for sigma C. You just need to by heart these two equations. Okay, for pump and this is for turbine. This is for pump. Basically, these two equations are same, but in pump there is an extra term called head loss due to friction in suction pipes. Okay. Now we'll move to an important area called maximum suction lift in pump. മാക്സിമം സക്ഷൻ ലിഫ്റ്റ്, ഒരു പമ്പിൻ്റെ സക്ഷൻ ലിഫ്റ്റ് അല്ലെങ്കിൽ സക്ഷൻ ഹൈറ്റ് എത്രയാണെന്നുള്ളത്, സക്ഷൻ ലിഫ്റ്റ് ഓർ സക്ഷൻ ഹൈറ്റ്, എത്രത്തോളം ഹൈറ്റിലേക്ക് സക്ക് ചെയ്യാമെന്നുള്ളത്, സക്ഷൻ എത്രത്തോളം ഹൈറ്റിലേക്ക് പോസിബിൾ ആണെന്നില്ല. സപ്പോസ് ദിസ് ഈസ് അവർ പമ്പ് ആൻഡ് ദിസ് ഈസ് അവർ impeller. Okay, impeller, and to impeller there is a suction pipe. So this is the suction pipe. Okay, so through the suction pipe it reaches the impeller. So this is my sump, and here liquid is there, and this is my free surface of liquid, and through here water is sucked with a velocity of Vs, and suppose this level is known as എന്താണ്, ഈ ലെവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, HS അല്ലേ, സക്ഷൻ ഹെഡ്. ഇതാണ് HS, അതായത് സമ്പെന്ന് പമ്പിലേക്കുള്ള പമ്പിൻ്റെ ഐയിലേക്കുള്ള ഹൈറ്റ് എലവേഷനാണ് നമ്മൾ സക്ഷൻ ഹൈറ്റ്. അപ്പം HS ആണെന്ത്, സക്ഷൻ ഹൈറ്റ്. അപ്പം മാക്സിമം സക്ഷൻ ഹൈറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. VS എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ്, വെലോസിറ്റി ഇൻ ദ സക്ഷൻ പൈപ്പ്, Okay, velocity in the suction. So I am applying Bernoulli's equation in this surface. ഒന്ന് ഫ്രീ സർഫസ് എന്ന് പറയുന്നത് ഒന്ന് A എന്നുള്ള ഒരു സെക്ഷൻ, ഇത് 1 എന്നുള്ള സെക്ഷൻ. എയും 1 എന്ന് വെച്ചാൽ ഉള്ളിലത്തെ, അതായത് സക്ഷൻ പൈപ്പിലെ സർഫസ്. A എന്നുള്ളത് ഫ്രീ സർഫസ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ ആം അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻസ് at the free surface of the liquid in the sum and section 1 in the section pipe, നമുക്ക് എഴുതാൻ പറ്റും PA എന്ന് വെച്ചാൽ ഇത് ഫ്രീ സർഫസ് ആണ്, PA by rho g plus VA square by 2g plus ZA is equal to എന്താണ്, P1 എയും 1 ആണ്, P1 by rho g plus V1 square by 2g plus Z1 plus എന്താണ്, ഒരു ഹെഡ് ലോസ് വരും അല്ലേ, പൈപ്പ് വരുമ്പോൾ അവിടെ ഒരു ഹെഡ് ലോസ് ഉണ്ട്. അപ്പോൾ PA എന്ന് വെച്ചാൽ എന്താ, PA. സോ വാട്ട് ഈസ് PA? PA is atmospheric pressure. PA is atmospheric pressure on the free surface of liquid. PA എന്ന് വെച്ചാൽ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കില്ലേ, അത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. VA എന്ന് വെച്ചാൽ എന്താണ്, VA വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് അറ്റ് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. പക്ഷേ അത് സീറോ ആണ്, കാരണം ഫ്രീ സർഫസിൽ മൂവ്മെൻ്റ് ഇല്ല. ZA എന്താണ്, ZA ഹൈറ്റ് ഓഫ് ഫ്രീ സർഫസ് ഫ്രം ഡാറ്റം ലൈൻ. അപ്പോൾ നമ്മൾ ഡാറ്റം ലൈൻ ഫ്രീ സർഫസ് ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു അസ്യൂം ഡാറ്റം ലൈൻ ആസ് ദി ഫ്രീ സർഫസ് itself, you can also approximate, or you can also assume that ZA is 0. Now what is P1? P1 is the absolute pressure at the inlet of the pump. പമ്പിൻ്റെ ഇൻലെറ്റിലുള്ള absolute pressure. Okay, V1 is nothing but VS. V1 is equal to VS ആണ്, സക്ഷൻ പൈപ്പിലുള്ള സ്പീഡ്. ആൻഡ് Z1 is the height of inlet of the pump from the datum line. Height of inlet of the pump from the datum line. അപ്പോൾ നമ്മൾ പമ്പിൻ്റെ ഇൻലെറ്റാണ് നമ്മൾ ബെറ്റർ ഇവിടെ എടുക്കുന്നതിന് പകരം പമ്പിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ. സോ സർഫസ് 1 ഇതാണ്.
ഈ ഒരു സെക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ V1² / 2g എന്ന് വെച്ചാൽ ഇത് ഇൻലെറ്റിലുള്ള പ്രഷർ, ഇത് ഇൻലെറ്റിലുള്ള വെലോസിറ്റി, Z1 ഇൻലെറ്റിൻ്റെ Z1 നമുക്ക് Z1 ഈസ് ഈക്വൽ ടു HL എന്ന് എടുത്തൂടെ, സോറി HS സെക്ഷൻ ഹൈറ്റ് HS എന്ന് എടുക്കാം. ആൻഡ് HL ഹെഡ് ലോസ് ഈക്വൽ ടു എന്താണ്, ഫ്രിക്ഷൻ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് ഇൻ ദി സെക്ഷൻ പൈപ്പ്. അപ്പോൾ HFS എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ simplify this equation as PA by rho g plus 0 is equal to P1 by rho g plus VS square by 2g plus HS plus HFS, friction loss, head loss due to friction in the suction pipe. അപ്പോൾ നമുക്ക് P1 by rho g, അതായത് എവിടെ പമ്പിൻ്റെ ഇൻലെറ്റുള്ള പ്രഷർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, സക്ഷൻ ഹൈറ്റും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഹെഡ് ഇൻ ദി സക്ഷൻ പൈപ്പ് പ്ലസ് എന്താണ് VS² കൈനമാറ്റിക് ഹെഡ് VS² by 2g വെലോസിറ്റി ഹെഡ്. ഇത്രയും കാര്യങ്ങൾ മൈനസ് ചെയ്യണം. സോ ഫോർ ഫൈൻഡിങ് ദ മാക്സിമം സക്ഷൻ ലിഫ്റ്റ്, the pressure at the inlet of the pump should not be less than the vapor pressure of the liquid. അതായത് pressure at the inlet of the pump should not be less than the vapor pressure of the liquid. കാരണം P1 should not be P1 should be greater than PV എന്നാണ്. PV at 1, അതായത് പ്രഷർ, അതായത് അവിടെ കാരണം എന്താണ്, എൽസ് എന്ത് സംഭവിക്കും, ലെസ് ദാൻ വേപ്പർ പ്രഷർ ആണെങ്കിൽ ക്യാവിറ്റേഷൻ അല്ലേ, ക്യാവിറ്റേഷൻ ഒഴിവാക്കണം, എൽസ് ക്യാവിറ്റേഷൻ ഒക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം, അപ്പോൾ ഒരു മാക്സിമം ഒരു നമുക്കെന്താണ് P1 ഈക്വൽ ടു PV എന്നാക്കാം. ബട്ട് P1 ഷുഡ് നെവർ ബി ലെസ് ദാൻ PV. ഇത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് മാക്സിമം ലിമിറ്റ് P1 ഈക്വൽ ടു PV എന്നിടാം. ആണെങ്കിൽ ഈ ഇക്വേഷനിൽ P1 അങ്ങനെ PV എന്ന് ഇട്ട് നോക്കും. സോ PV by rho g should be equal to PA minus rho g minus VS² by 2g plus HS plus HFS അല്ലേ. അങ്ങനെയാണെങ്കിൽ PA by rho g എന്നുള്ളത് അഗെയിൻ വേപ്പർ പ്രഷർ ഹെഡ് പ്ലസ് VS² by 2g പ്ലസ് HS പ്ലസ് HF. അപ്പോൾ ഇതെന്താണ്, അറ്റ്മോസ്ഫിയറിക് ഹെഡ് അല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ഇൻ മീറ്റേഴ്സ് ഓഫ് ഏത് ലിക്വിഡ് ആണോ യൂസ് ചെയ്യുന്നത്, വാട്ടർ ആണെങ്കിൽ ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ അല്ലേ, കാരണം റോ ഡെൻസിറ്റി ഏതാണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ച്. ഇതെന്താണ്, വേപ്പർ പ്രഷർ ഹെഡാണ് അല്ലേ, വേപ്പർ പ്രഷർ ഹെഡ്. അപ്പോൾ ഇതിന് ഞാൻ HA എന്ന് വിളിക്കുന്നു, ഇതിന് HV എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ HA HV. ഓക്കെ, സോ HA ഇസ് ഈക്വൽ ടു HV പ്ലസ് VS² by 2g പ്ലസ് HS പ്ലസ് HFS ഓർ. അപ്പോൾ ഇതിന് നമുക്ക് സെക്ഷൻ ഹെഡ് എന്താണ്, സെക്ഷൻ ലിഫ്റ്റ്, മാക്സിമം ലിഫ്റ്റ് HS എന്ന് പറയുന്നത് HA മൈനസ് HV മൈനസ് VS² by 2g മൈനസ് HFS. അപ്പോൾ മാക്സിമം സക്ഷൻ ലിഫ്റ്റ് എന്ന് പറയുന്നത്, സോ HS ഈസ് ദ മാക്സിമം സക്ഷൻ ലിഫ്റ്റ്. എത്രത്തോളം ഹൈറ്റിലേക്ക് നമുക്ക് ലിക്വിഡിനെ ലിഫ്റ്റ് ചെയ്യിക്കാം എന്നുള്ളത് ആക്ച്വലി ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് നത്തിങ് ബട്ട് അറ്റ്മോസ്ഫിയറിക് ഹെഡ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് മൈനസ് VS² by 2g എന്ന് വെച്ചാൽ ആ കൈനമാറ്റിക് ഹെഡ് മൈനസ് HFS ആണ്. So if the suction height of any pump should not be more than given by this equation. So if the suction height of the pump is more, the vaporization of liquid at inlet of pump will take place, and thereby there will be a possibility of cavitation. It means it should be always less than or equal to HA minus HV minus VS² by 2g minus HFS.
അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത് എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ വാട്ടറിൻ്റെ കേസാണെങ്കിൽ എച്ച് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് 10.3 ആണ്. അപ്പോൾ 10 മീറ്ററിൽ കൂടുതൽ എന്തായാലും പോകില്ല, കാരണം 10 മീറ്റർ മൈനസ് കുറേ സാധനങ്ങളുണ്ട് അല്ലേ. 10 മീറ്ററിൽ കുറവേ വരും. അപ്പോൾ കാവിറ്റേഷൻ ഒഴിവാക്കാൻ എപ്പോഴും 10 മീറ്ററിൽ കുറവേ എന്ത് പറ്റും 10.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ ഹെഡേ പറ്റുമല്ലോ, സെക്ഷൻ ഹെഡ്. ഓക്കെ, അപ്പോൾ എൻ പി എസ് എച്ച് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്? നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്ന് വെച്ചാൽ അബ്സോല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ദി ഇൻലെറ്റ് ടു ദ പമ്പ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് പ്ലസ് എന്താണ് വെലോസിറ്റി ഹെഡ്. അത് ഒന്നുകൂടെ എഴുതി. അബ്സോല്യൂട്ട് വേപ്പർ പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്, എൻ പി എസ് ഹെഡ്, നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്. അബ്സോല്യൂട്ട് പ്രഷർ ഹെഡ് എന്ന് വെച്ചാൽ P1/ρg ആണ്. വേപ്പർ പ്രഷർ ഹെഡ് എന്ന് വെച്ചാൽ മൈനസ് വേപ്പർ പ്രഷർ ഹെഡാണ്, PV/ρg. ആൻഡ് വെലോസിറ്റി ആണ് VS²/2g ആണ്. പക്ഷേ P1/ρg എന്നുള്ളത് എന്താണ്? അബ്സോല്യൂട്ട് പ്രഷർ ഹെഡ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ മാക്സിമം സെക്ഷൻ ലിഫ്റ്റ് കാണുമ്പോൾ P1/ρg ഓൾറെഡി എഴുതിയിട്ടുണ്ട്. P1/ρg എന്ന് പറയുന്നത് PA/ρg മൈനസ് HS പ്ലസ് HFS പ്ലസ് VS²/2g. സെയിം ഇക്വേഷൻ ഞാൻ ഇവിടെ വീണ്ടും എടുത്തു. P1/ρgക്ക് ഓക്കെ, ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P1/ρgക്ക് പകരം PA/ρg മൈനസ് VS²/2g പ്ലസ് HS പ്ലസ് HFS ആൻഡ് മൈനസ് എന്തുണ്ട്? PV/ρg ഉണ്ട്, VS²/2g ഉണ്ട്. അപ്പോൾ ഈ VS²/2g രണ്ടും ക്യാൻസലായി. ബാക്കിയുള്ള എന്താണ്? PA/ρg മൈനസ് PV/ρg മൈനസ് HS മൈനസ് HFS. PA/ρgനെ ഞാൻ HA എന്ന് വിളിച്ചു, PV/ρgനെ ഞാൻ ക്യാപിറ്റൽ HV എന്ന് വിളിച്ചു, മൈനസ് HS മൈനസ് HFS. ഇതാണ് ഇതാണെന്ത് NPSH. സോ ഹിയർ നമുക്ക് എന്ത് മനസ്സിലായി? NPSH ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ സക്ഷൻ ഹെഡ് എന്ന് മനസ്സിലായി. കാരണം ടോട്ടൽ സക്ഷൻ ഹെഡ്, ഇതാണ് ടോട്ടൽ സക്ഷൻ ഹെഡ് അല്ലേ, ടോട്ടൽ സക്ഷൻ ഹെഡ്. NPSHൻ്റെ വാല്യൂ ഇറ്റ് മേ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ ഹെഡ് റിക്വയർഡ് ടു മേക്ക് ദ ലിക്വിഡ് ഫ്ലോ ത്രൂ ദ സക്ഷൻ പൈപ്പ് ടു ദ ഇമ്പല്ലർ. പമ്പ് ഇമ്പല്ലറിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യിക്കാനുള്ള മിനിമം ദ ടോട്ടൽ ഹെഡ് റിക്വയർഡ് ആണ് NPSH എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എനി പമ്പ് ഇൻസ്റ്റാളേഷൻ എ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ റിക്വയർഡ് NPSH ആൻഡ് ദി അവൈലബിൾ NPSH. അപ്പോൾ എന്താണ് ദ വാല്യൂ ഓഫ് റിക്വയർഡ് NPSH? പമ്പിൻ്റെ മാനുഫാക്ചറർ വിൽ ഗിവ് യു the required NPSH. എത്ര NPSH വേണം? എന്തിന്? ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യിക്കാൻ. അതാണ് റിക്വയർഡ് NPSH. അത് പമ്പ് മാനുഫാക്ചറർ തന്നിട്ടുണ്ടാവും, അവരുടെ ചാർട്ടിലുണ്ടാവും. സോ ദിസ് വാല്യൂ ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ് എക്സ്പെരിമെൻ്റലി. ഓക്കെ, so for determining this value, the pump is tested and minimum value of HS is obtained, at which the pump gives maximum efficiency without any noise. അതാണ് അങ്ങനെ നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ HSൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് NPSH, or the pump manufacturer will directly give you the NPSH. So the required NPSH varies with the pump design, speed of the pump and capacity of the pump, because this cavitation may occur in different cases, right? So when the pump is installed, the available NPSH is calculated from the equation. ഏത് ഇക്വേഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അവൈലബിൾ. സോ ദിസ് ഈസ് അവൈലബിൾ NPSH അവൈലബിൾ ആണ്. റിക്വയർഡ് NPSH പമ്പ് മാനുഫാക്ചറർ തരും, അല്ലെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ഡിറ്റർമിൻ ഇറ്റ്സ് വാല്യൂ by testing the pump, and minimum value of HSS is obtained, at which the pump gives maximum efficiency without any objection noise. അതൊക്കെയാണ് അങ്ങനെ നിങ്ങൾ NPSH. അപ്പോൾ അവൈലബിൾ എന്താണ്? NPSH അവൈലബിൾ should always be greater than NPSH required. So this is given by pump manufacturer.
and this is obtained using equation HA minus HS minus HFS minus HV. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് അവൈലബിൾ NPSH. ഇത് പമ്പ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കണം, ഇതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ദെൻ ഓൺലി ദ you can arrive at the inference or the conclusion that there is total head available required to make the required flow through the suction pipe to the pump impeller. Okay. Now one more point, cavitation centrifugal pump നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. atmosphere head minus HV minus HS minus HFS by H എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതെന്താണ്, എച്ച് എന്ന് വെച്ചാൽ HITM തന്നെയാണ്, HV ഇത് HFS അല്ലേ. അപ്പോൾ ഇതെന്താണ്, നമ്മൾ NPSH ആണ്, NPSH ആണ് മുകളിലുള്ളത്. താഴെയുള്ളത് ഹെഡ്, ഒരു പമ്പിൻ്റെ ഹെഡ് വെച്ചാൽ മാനോമെട്രിക് ഹെഡായിരിക്കും. സിഗ്മ എന്ന് വെച്ചാൽ NPSH/HM ആണ്, NPSH/HM ആണ്. ഓക്കെ. അപ്പോൾ ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂസൊക്കെ ഉണ്ടാവാം. സോ സിഗ്മ സി, പമ്പിൻ്റെ കേസിൽ സിഗ്മ സി ഫോർ പമ്പ്സ്, sigma c is equal to some 0.103 ns by 1000 raised to 4/3. So there will be such values, so don't worry about those values. Okay, you just by heart this particular value for pump, centrifugal pump. Okay, if possible just by heart this value, and I will give you some questions in your assignment. You try to do those problems related to cavitation, this NPSH and Thomas cavitation vector and all. Okay, so with this I am concluding the session. Thank you.